ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ തന്നെയാണ്. ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറിയൊരു പ്രോബ്ലംസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഇതാരും തട്ടിക്കളയരുത്, നിർബന്ധമായിട്ടും നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട കാര്യമാണ്. കാണണം, ഓരോ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് നിമിഷവും നമ്മളെ ഈ ചതിക്കുയിൽ പെടും. അപ്പോൾ ഈ ചതിക്കുയിൽ നിങ്ങൾ ആരും പെടാതിരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ഇത് പ്രത്യേകിച്ച് പറയാനില്ല, സ്കിപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് ഇത് ഫുള്ള് കേൾക്കാൻ പറ്റില്ല സംഭവം എന്ന് ഇതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് എന്താണെന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടിയാണ്. അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരാൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല ഇത് എങ്ങനെ ഇതിൽ പെട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മൾ തന്നെ അറിയാതെ എങ്ങനെയാണ് സൈബർ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാവുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളിപ്പോൾ കാണിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും കാണാൻ സ്കിപ്പ് ചെയ്യാതെ. ആദ്യമായി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോൻ്റെ വിശദാംശം ഞാൻ പറഞ്ഞു. അപ്പോൾ അതായത് എൻ്റെ ഒരു സുഹൃത്ത്, അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് ആവശ്യപ്പെടുകയാണ്, മുസ്തഫ എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപ ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അയക്കുകയാണ്, അത് നീ ഒന്ന് എടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ബാങ്ക് നിനക്ക് അക്കൗണ്ട് ഉള്ളതല്ലേ, നീ എന്താ ചെയ്യാത്തതെന്ന്, നിൻ്റെ അക്കൗണ്ടിൽ വന്നുകൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സഹകരണ ബാങ്കാണ്, അത്ര തുക ഒന്നും വരാൻ പറ്റില്ല. നിൻ്റെ എന്നാൽ SBI ആണല്ലോ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. എനിക്കും അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ചെറിയ വിദ്യാഭ്യാസക്കാരൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ സുഹൃത്താണ്, ചിന്തിക്കാൻ പറ്റൂല. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട എന്താ വെച്ചാല് നമ്മളെ ബാങ്ക് അക്കൗണ്ട്, നമ്മളെ ഒരു ഡീറ്റെയിൽസും നമ്മളെ സുഹൃത്ത് പോലെ ചോദിച്ചാലും കൊടുത്തു പോകരുത്. ബാങ്ക് അക്കൗണ്ട് എന്താ വെച്ചാൽ നമ്മളെ പെടുത്താനാണ്. സുഹൃത്താണ്, എന്താ ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ സുഹൃത്തിന് അറിയില്ലേക്കാരും ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. സുഹൃത്തിന് വേറെ ആരോ പറ്റിച്ചതാവും. അതെ അതെ, നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിനെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ അതിന് കൊടുക്കാൻ തയ്യാറായി. കാരണം അദ്ദേഹത്തിന്, ഈ സുഹൃത്തിന് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വൈഫിൻ്റെ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ കേസ് തന്നെ ആയിരുന്നു. അതിനോട് ബന്ധപ്പെട്ടുള്ള വല്ല ക്യാഷ് ആവുന്നു അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഈ സുഹൃത്തിന് ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ അക്കൗണ്ട് നമ്പർ ഞാൻ വാട്സപ്പിൽ ഞാൻ കൊടുക്കുന്നത്. ശേഷം ഈ കഴിഞ്ഞ 12-ാം തീയതിയാണ് അതിൽ ക്യാഷ് വരുന്നു. അപ്പോൾ അദ്ദേഹം, ഈ സുഹൃത്ത് എന്നോട് പറയുന്നു, നിങ്ങൾ ബാങ്ക് ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് ക്യാഷ് വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ 4 ലക്ഷം രൂപ, 5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 4 ലക്ഷം രൂപ ഒരു ദിവസം എന്നോട് വന്നുകൊണ്ട് പറഞ്ഞ്, ഇങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ട് പോകണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ കഴിച്ചപ്പോൾ ഒന്നുമില്ല, ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കാണ്ട്, അപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കാൻ അങ്ങനെ പോകണുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച് അവനക്ക് എന്താ അക്കൗണ്ട് ഇല്ല, അവൻ്റെ അക്കൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ പോകണം. അതേ എനിക്കറിയുള്ളൂ, ഞാനറിയില്ല, നമുക്ക് ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ഇതിന്റെ വലിയൊരു മാഫിയ തന്നെ നമ്മളെ ഈ ചുറ്റും പ്രദേശത്തും നടക്കുന്നുണ്ട്. അറിയില്ല. ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എനിക്ക്, എൻ്റെ ഈ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സുഹൃത്തായതുകൊണ്ട് ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചാണ് ഇത് ചെയ്ത്. ഇനി അദ്ദേഹത്തെ ചതിയിൽപ്പെട്ടാണെന്ന് എനിക്കറിയില്ല അല്ലേ? ആണായാലും പെണ്ണായാലും ആർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഇതിൽ പെട്ടുപോകരുത്. നമ്മുടെ സുഹൃത്ത് തന്നെ വന്നാൽ പറയടി എൻ്റെ അക്കൗണ്ട് എടുക്കുന്നുണ്ടോ, എനിക്ക് ഇങ്ങനെ എനിക്കൊരു ആവശ്യത്തിന് 4 ലക്ഷമായി കിട്ടുന്നാൽ അതൊന്ന് വാങ്ങി തന്നാൽ മതി, ഒരിക്കലും ഇല്ലായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നാലും എനിക്ക് തരാൻ പറ്റൂലടി, അല്ലെങ്കിൽ എനിക്ക് തെറ്റാൻ പറ്റൂലടാ, അങ്ങനെ പറഞ്ഞ് ഒഴിവാകുക എന്നല്ലാതെ ഒരിക്കലും കൊടുത്തു പോകരുത്. അതുപോലെ നമ്മളെ ഉറങ്ങണ ഉറക്കത്ത് പോലും സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റൂല. അതേപോലെ നമ്മുടെ കുട്ടികളെ +2 +1 പഠിക്കുന്ന കോളേജിൽ പോകുന്ന കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് എങ്ങനെ ഒരു സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് വിശ്വാസം. നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്ത് അങ്ങനെയുള്ള നിലയ്ക്ക്, പിന്നെ ഒരു ഹെൽപ്പിങ് എന്നുള്ള നിലയ്ക്കെല്ലാം ചെയ്തു, അത് അറിവില്ലായ്മയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, ആരും ഇതുപോലുള്ള കെണിയിൽ ഒരിക്കലും പെടരുത്. നമ്മൾ തന്നെ അറിയാതെ സൈബർ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാവുകയാണ്. വലിയ ഭവിഷ്യത്താണ് അതിൽ വരാവുന്നത്. അങ്ങനെ അത് എടുത്തു കൊടുത്ത് അതിന് ശേഷം ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ബോച്ചേട്ടി. അതെ, അപ്പം ഈ ബോച്ചേട്ടീൻ്റെ
ഇതുവരെ ഇങ്ങനെ ബോച്ചട്ടിൻ്റെ ലക്കി ഡ്രോ ഇങ്ങനെ ഫോണിലൂടെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ അത് ഓർഡർ ചെയ്തപ്പോൾ പൈസ പോണില്ല, സീറോ ബാലൻസ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ, ഇതിങ്ങനെ ശരിയാവണില്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ലല്ലോ, 200 ചില്ലാൻ പൈസ, 240 അങ്ങനെ പൈസ സീറോ ബാലൻസ് കാണിക്കണം. അപ്പം ഞാൻ മെസ്സേജ് പോയി നോക്കി, എന്തെങ്കിലും മെസ്സേജ്. അപ്പം ആ മെസ്സേജിൽ കാണുന്നത് ഇതാണ്, ഇതാ ക്യാമറയുടെ അവർക്ക് കാണുന്നില്ല, ഞാൻ ഇതിൽ നിങ്ങൾ കാണുന്നില്ല, സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുഞ്ഞ്. ഇതിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ റൊട്ടേറ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഈ മെസ്സേജാണ് കാണുന്നത്. അതിൽ 10,000 രൂപ സൈബർ കുറ്റകൃത്യം കാരണം 10,000 രൂപ നിങ്ങളെ പേരിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണേ. സൈബർ കുറ്റകൃത്യം ഡിയർ കസ്റ്റമർ, നിങ്ങളുടെ അക്കൗണ്ടിൽ സൈബർ കുറ്റകൃത്യം നടന്നതിനാൽ 50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 1-2 ചെറിയ ക്യാഷൊക്കെ ഇട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും കാണുന്നില്ല, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. വേറെ സുഹൃത്തിൻ്റെ ഇരുന്നിട്ട് നോക്കി ഒക്കെ പോവാണ്. 4 ലക്ഷമാണ് കേസ് കിടക്കുന്നത്. അതെ, അപ്പോൾ വന്ന 50,000 വന്നത് അങ്ങനെ വയ്യ 4 പ്രാവശ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. 50,000 വന്നു. ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ബാങ്കിൽ പോവുകയാണ്. കാരണം ഇതിന് നിജസ്ഥിതി അറിയണം എന്നുള്ള നിലയ്ക്ക് ബാങ്കിൽ പോയിട്ട് സംസാരിച്ചു. അവിടെ മാനേജർ അപ്പോൾ ഉണ്ടായിരുന്നില്ല, വേറെ അവിടുത്തെ സ്റ്റാഫുകാരാണ്. അവിടെ സംസാരിച്ചാൽ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് 50,000 റുപ്യ എപ്പോഴും ഇതിൽ വേണം, എന്നാലേ നിങ്ങൾ ഡീലിങ്സ് നടക്കുള്ളൂ. ഇതിലൊരു സൈബർ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, അതും വേറെ അന്യ സംസ്ഥാനത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സൈബർ കുറ്റം നടന്നാലും നിങ്ങൾക്ക് പിന്നെയും മെസ്സേജ് വന്ന് ഒരു 50,000 ടോട്ടൽ 4 ലക്ഷം തിരിച്ചു കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അതെ, കുറ്റകൃത്യം വേറെ, കുറ്റകൃത്യമാണ്. എന്താ വെച്ചാൽ ക്രിമിനൽ കുറ്റകൃത്യമാണ്, സൈബർ കുറ്റകൃത്യം, രാജ്യദ്രോഹ കുറ്റാണ്. എന്താ വെച്ചാല് ഇത് ഒരു കള്ള പൈസയാണല്ലോ, അല്ലേ? അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണേ. അപ്പോൾ ഇത് ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരം ഇതാണല്ലോ. അത് നമ്മളെ ആ ആവശ്യത്തിന് എടുത്ത പൈസ അല്ല, ഇത് കള്ളപ്പൈസയാണ്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് നല്ല ഇവർക്ക് അറിയില്ല. നമുക്ക് പിന്നെ പെരയിൽ പോയി തീരെ അറിയില്ല. പിന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. അപ്പൊ 2ാം പ്രാവശ്യം നമ്മുടെ നാട്ടിലൊരു വലിയ ജനപ്രതിനിധിനെ കൊണ്ട് അവിടെ പോയി നമ്മൾ ബാങ്കിൽ പോയി സംസാരിക്കുകയാണ്. അദ്ദേഹം വളരെ ഹെൽപ്പ് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല, അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇട്ട് പോയിട്ട് നേരെ ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞത്. ഇത് കർണാടകയിലെങ്ങാനും ഉള്ള ഒരു വ്യക്തിയുടെ നിന്ന് 8 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് അദ്ദേഹത്തിന് എന്തോ ചീറ്റിങ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്തോ എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലിട്ടിട്ട് ഈ വ്യക്തി സ്വിച്ച് ഓഫ് ആവുക ചെയ്ത ആ പ്രതിയാണ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിക്കണേ. അപ്പൊ ആ കേസ് കിടക്കുന്ന വ്യക്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എന്തുകൊണ്ട് എങ്ങനെ ഇവരെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന്, അപ്പൊ അത് തെളിവ് നമ്മൾ കാണിച്ചു കൊടുത്താലും പോരാ, ആ പൈസ തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷെ അവരെ പൈസ തന്നെ. അപ്പൊ 8 ലക്ഷത്തിന്റെ കേസ് കിടക്കുന്ന പ്രതിയാണ്. പക്ഷെ 4 ലക്ഷം നമ്മുടെ പേർക്ക് വന്നെങ്കിൽ ബാക്കി 4 ലക്ഷം 8 ലക്ഷം രൂപയാണ് അദ്ദേഹത്തെ ചീറ്റ് ചെയ്ത് അദ്ദേഹം തട്ടിയെടുത്തിട്ടുള്ളത്, ഈ കേസ് കൊടുത്ത വ്യക്തിയിലിരുന്ന് തട്ടിയെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ബാങ്കിലല്ലേ വന്നിക്കണത്, അപ്പൊ നമ്മളാണ് പ്രതി. ഈ അക്കൗണ്ടിൽ എങ്ങനെ ക്യാഷ് വന്നു, ഈ പ്രതിനായിട്ട് നിങ്ങൾ എന്താണ് ബന്ധം? അപ്പോൾ ഈ കർണാടകയിലുള്ള ഈ തട്ടിയെടുത്ത ആള് കേസ് കൊടുത്ത്, അപ്പൊ 4 സംസ്ഥാനത്തു നിന്നാണ് പൈസ വന്നിട്ടുള്ളത്. ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, വേറെന്തോ ഒരു സ്ഥലം പറഞ്ഞു. 4 പേർക്കാണ് പൈസ ക്യാഷ് വന്നിട്ടുള്ളത്. 4 ലക്ഷം അങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. അതെ. പക്ഷെ ഇത് ടോട്ടൽ എന്താ പറയാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവര് പറഞ്ഞത് ഇതെങ്ങനെയാണ് പോവും, ചിലപ്പോ പോവും, അതല്ലെങ്കിൽ 90% വിളിക്കും. അവിടുന്ന് വിളി വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ അതിനുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളവിടെ സംസാരിച്ചാൽ. ഏതായാലും ഇത് വലിയൊരു ഊരാക്കുടുക്കാണ്, നമ്മൾ ഭയങ്കര ഡേഞ്ചർ കുറ്റകൃത്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളറിയാതെ നമ്മളെ സൈബർ കുറ്റകൃത്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളായാലും നമ്മളെ കുട്ടികളായാലും സംഭവം എന്നുള്ളത് നമ്മളെ ഫോണിലേക്ക് മെസ്സേജ് വരുമ്പോഴേ അറിയുള്ളൂ ഇന്നതാണെന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യണം. ആരും ഈ ചതിയിൽ പെടാൻ പാടില്ല. നമ്മൾ പല ചിന്തയിൽ നടക്കുന്ന ആളുകളാകുമ്പോൾ അറിയാതെ പെട്ടുപോകുമ്പോൾ അത്രയും വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളും റിലേഷനൊക്കെ ആകുമ്പോൾ, അപ്പോൾ ഇത് ഒരു ഓർമ്മപ്പെടുത്തലാവാൻ വേണ്ടിയിട്ട് പെട്ടവർ പെട്ടു, ഇനി ആരും പെടാതിരിക്കട്ടെ. പരമാവധി എല്ലാവരെയും നിങ്ങൾ ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഇവരോട് വേറെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ലടാ, പൈസ അങ്ങനെ എടുത്തു കൊടുക്കാൻ പാടില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ആളാണ്, എല്ലാവരും ഉപദേശിക്കുന്ന ആളാണ്. ഇതിങ്ങനെ ഒരു വിശ്വാസമുള്ള സുഹൃത്തായ കാരണം പറ്റിക്കൂല, നമുക്ക് അറിയില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്തു. ഇത് എന്തിനാണെന്നുള്ള അറിയില്ല. കാരണം ബാങ്കില് ഈ സുഹൃത്ത് എന്റെ കൂടെ പോരാണ് ക്യാഷ് എടുക്കാൻ വരെ, എന്നിട്ട് അക്കൗണ്ടിൽ നിന്ന് നേരെ ക്യാഷ് എടുത്ത് അക്കൗണ്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ അടുത്ത് ഈ ക്യാഷ് വാങ്ങുകയാണ് 4 ലക്ഷം രൂപ. അവിടെ നിന്ന് വാങ്ങിയ ആൾ സ്ഥലം പിടിയാണ്. അവിടെ CCTV ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയിട്ട് ഈ സുഹൃത്ത് വേറെ വാഹനത്തിൽ കയറി പെട്ടെന്ന് തിരിച്ച് ഇങ്ങൻ്റെ അടുത്തേക്ക് തന്നെ നിമിഷങ്ങളെ കൊണ്ട് വരുന്നു. കുറച്ച് അപ്പുറം ഇറങ്ങി അവർക്ക് കൈമാറിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് സംശയം വരുന്നുണ്ട്. നമ്മളെ കാർഡ് നമ്പറൊക്കെ നോക്കാം നമുക്ക്. പക്ഷെ ഒന്നും നമ്മൾ സംശയം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ സുഹൃത്ത് നേരെ എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടിയിൽ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഇത് വാങ്ങാൻ പോയതും തിരിച്ച് വന്ന് ഞങ്ങൾ അങ്ങാടിയിലും ചായ കുടിക്കുന്നു. നമുക്കൊരു സംശയം തോന്നുന്നില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒന്നും നോക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ എവിടെ ചെന്നാലും ഒരു ഇതൊക്കെ എടുക്കുന്നതാണ്, ഇത് അതുപോലും സംശയിക്കുന്നില്ല. നമ്മള് പെരുന്നാളിന്റെ തലേന്നാണ് ഈ മെസ്സേജ് കാണുന്നത്. തലേന്നല്ലേ 2 ദിവസം ടെൻഷനായി പോയി. ഞങ്ങളെ പെരുന്നാളൊക്കെ കൊളായി. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ ഒരു കേസ് ഉണ്ട്, നിങ്ങള് സൈബർ കുറ്റകൃത്യത്തിന് പ്രതിയാണെന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇത്രയും പൈസ നമ്മൾ കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ പിന്നെ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കുക, ജയിലിൽ പോകേണ്ടി വരും, നിങ്ങൾക്ക് കേസുണ്ട്. അപ്പോൾ ആ മനുഷ്യനാകെ തകരം എപ്പോഴും അതിനെ നേർന്നിട്ടില്ല. അവിടെ കൊന്ന് കിടക്കുക. ഇവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ നമ്മളിത് ജനങ്ങളൊന്നും അറിയിക്കണം, ഒരാളും പെടരുത്. എന്ന് വെച്ചാല് അത്രക്കും അനുഭവമാണിത്. കൂടപ്പിറപ്പുകൾ പോലും വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ ഇത് ചെയ്യണോലിക്കുണ്ടല്ലോ, നമ്മളെ പാവപ്പെട്ടവര് കുടുങ്ങുക. അതിൽ പ്രതിയാള് നല്ല അടിപൊളി ലാവിശായി നടക്കുക. അതെ, ഇപ്പം ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട നിയമപരമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് ആ സുഹൃത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. പിന്നെ ആ സുഹൃത്തുക്കളെ പോലെ തന്നെ നമ്മളാവാൻ പാടില്ല. അവരെ കാത്തു കിടക്കുന്ന ഒരുപാട് കണ്ണുകൾ അവരെ വീട്ടിലൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ വേണ്ടി വന്നാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇതിന്റെ ഒരുപാട് വലിയ മാഫിയ ഉണ്ട്, പൈസ ആയിട്ട് കളിക്കുന്നത്. അവര് നല്ല അടിപൊളിയായി നടക്കും. പാവപ്പെട്ട ആൾക്കാരെ അക്കൗണ്ട് അതില് എന്താ പറയാ, പാവപ്പെട്ടവരെ പിടിച്ച് അവരെ കൊടുക്കുക. എത്ര ആൾക്കാർ ഇതിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. നമ്മൾ അവിടെ പോയിട്ട് സ്റ്റേഷനിലല്ല ബാങ്കിലല്ലേ വേറെ നിയമപരമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ചെയ്തൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് ശരിക്കും ഇത് എത്തേണ്ടടുത്ത് പൈസ എത്തി, ഇതിൻ്റെ ഇടയിൽ നമ്മൾ കരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. നമ്മളെ വെച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നു, നമ്മളെ വെച്ചുകൊണ്ട് രാജ്യദ്രോഹം അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യണം. നമ്മൾ പോലും അറിയുന്നില്ല ഇത് നമ്മളെ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഇതിപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളെ നിന്നൊക്കെ ഇത് സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ അവരെ അക്കൗണ്ടിൽ നിന്നും കേസ് കാര്യങ്ങൾ സൈബറൊന്നും വന്നിട്ടില്ല. ഇനി വരുമെന്ന് അറിയില്ല. ഇവരെ ഈ നമ്പറിലാണ് ഈ അക്കൗണ്ടും ഇതിന്റെ എല്ലാ കാര്യമൊക്കെ ഫുൾ പോയി, എല്ലാം പോയി, ചെയ്യാൻ പറ്റൂല. ഒരുപാടുണ്ട്. എന്റെ ഒരു വേറെ വണ്ടിന്റെ അടവ് കാര്യങ്ങൾ എല്ലാം അവതാളത്തിലേക്ക് എടുക്കുകയാണ്. സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട്, എല്ലാം ബാങ്കിലാണ്. അപ്പോ നമ്മളെ പെട്ട് ആ ഒരു ടെൻഷനിലാണ് ഇപ്പോ. ഷോർട്സ് എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറില്ല. ഫുള്ള് ടെൻഷനാണ്. അപ്പോ മോന് സ്കൂളിൽ തന്നാ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. മോനോട് ഞാൻ രാവിലെ ചോദിച്ചേ